നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2ന്റെ പ്രാക്ടിക്കൽ എക്സാം ഇപ്പം നേരത്തെ നമുക്കൊരു അഭിമുഖം ഉണ്ടായിരുന്ന ഡേറ്റ് ജനുവരി 22 ആവുന്ന ആ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ജനുവരി 22, അതായത് ക്രിസ്മസിന്റെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് കൃത്യം 3 ആഴ്ച തികയുമ്പോൾ 21 ദിവസം കഴിയുമ്പം 22-ാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് പല സ്കൂളിലും പല ഡേറ്റുകളിലായിട്ടൊക്കെ ആയിരിക്കും നടത്തുന്നത്. അതിന് മുമ്പേ പ്രീ മോഡൽ എക്സാം കാണും പ്രാക്ടിക്കലിന്. പ്രാക്ടിക്കലിന് വേണ്ടിയുള്ള ദിവസങ്ങളായിട്ട് ഇനി അതങ്ങ് മാറ്റണം. കാരണം പ്രാക്ടിക്കലിന് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് ചെയ്യാനുള്ളത് ഫിസിക്സ് ആണ്, സംശയമില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് 2 എക്സ്പെരിമെൻ്റ് ചെയ്യണം. അതിൻ്റെ നമുക്ക് അതിൻ്റെ ടാബിലക്കോളം, അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഈ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ നല്ലതുപോലെ പഠിച്ചിട്ട് ചെയ്താൽ മാത്രമേ 40 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസും വോളിമെട്രിക് അനാലിസിസും ഉണ്ട്. മാത്സ് നിങ്ങൾക്ക് പറയുന്ന ആ പ്രാക്ടിക്കൽ മാത്രം ചെയ്തുകൊണ്ട് പോവുക, പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെ ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലുള്ളതാണ്. പ്രാക്ടിക്കലിൽ 40 മാർക്ക് എന്ന് പറഞ്ഞാൽ വിലയേറിയ മാർക്കാണ്. ഞാൻ എപ്പോഴും പറയും, പ്രാക്ടിക്കലിൽ വലിയ സംഭവമില്ല, 1 മാർക്കൊന്നും പോയ കുഴപ്പമില്ല. 1 മാർക്ക് ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. സിമ്പിളായിട്ട് എപ്പോഴും പറഞ്ഞാൽ 180 ആണ് 200-ൽ A+ എങ്കിൽ 1 മാർക്ക് പോയാൽ, പ്രാക്ടിക്കൽ 1 മാർക്ക് പോയാൽ നിങ്ങൾ 179 വരും എന്ന് പറഞ്ഞാൽ അത് A ഗ്രേഡായി. 160 ആണ് A എങ്കിൽ 1 മാർക്ക് പോയാൽ നിങ്ങൾ 159 വരും, അത് B+ ആയി. അന്നേരം ഗ്രേഡുകൾ നിശ്ചയിക്കുന്ന പോലും പ്രാക്ടിക്കലിൻ്റെ വളരെയധികം സ്വാധീനമുള്ള പ്രാക്ടിക്കലിൻ്റെ മാർക്കുകളാണ്. നിങ്ങൾക്ക് എല്ലാ പ്രാക്ടിക്കൽസ്, അത്യാവശ്യം മെയിൻ പ്രാക്ടിക്കൽസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കണ്ട് ഗംഭീരമായും മാർക്ക് മേടിക്കുക. ഏതൊക്കെ പ്രാക്ടിക്കൽസ് വേണം എന്നുകൂടെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മാഷ് എന്നെക്കൊണ്ട് ആകുന്ന വിധം ചെയ്തു തരുന്നതായിരിക്കും. അന്നേരം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കൂട്ട് നല്ല മാർക്ക് പ്രാക്ടിക്കലിന് മേടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.